ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്ന വാർത്ത കുറച്ച് നാളുകളായി നമ്മളുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുകയാണ്. പക്ഷേ ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകുന്നുവോ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപേക്ഷിക്കുമോ എന്നുള്ള ചോദ്യത്തിനേക്കാൾ പ്രസക്തമായത് ശശി തരൂർ കോൺഗ്രസിനെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പ്രകൃതസഭയിലേക്ക് അദ്ദേഹം നടത്തിയ മത്സരം കോൺഗ്രസിനെ ആദ്യം ജനാധിപത്യ ബോധം നിർമ്മിക്കുന്നതിന് സഹായകരമായിരുന്നു എന്ന് അക്കാലത്ത് വിലയിരുത്തപ്പെട്ടിരുന്നു. കാരണം മത്സരിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ മത്സരക്ഷമതയും അതേപോലെ ജനാധിപത്യ ബോധവും ഒരു കോൺഗ്രസ്സുകാരൻ എക്കാലത്തും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറയുന്ന സന്ദേശം അദ്ദേഹം കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഡൈനാസ്റ്റി റൂൾ, അതായത് നെഹ്റു കുടുംബം, അതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന കാഴ്ചപ്പാട് മാറണം എന്ന് പറയുന്ന ഒരു പാഠം ഒരു സമയത്ത് ശശി തരൂർ കോൺഗ്രസിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസ് പഠിച്ചില്ല എന്ന് മാത്രമല്ല, വീണ്ടും ഈ ഹൈക്കമാൻഡ് എന്ന നെഹ്റു കുടുംബ സിദ്ധാന്തത്തിൽ അത് കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ, ഏറ്റവും കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ച് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കറുത്ത അധ്യായം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. ഇന്ത്യൻ ജനാധിപത്യം, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമായിട്ടുള്ള ഇന്ത്യ, ജനാധിപത്യത്തെ ഓർത്ത് കരഞ്ഞ കാലമായിരുന്നു അത്. അന്യായമായിട്ടുള്ള ആക്രമണങ്ങളുടെയും അധീശത്വത്തിൻ്റെയും അതേപോലെ തന്നെ അടുക്കള ഭരണത്തിൻ്റെ ഒരു കാലമായിരുന്നു അന്ന്. വളരെ വ്യക്തമായിട്ട് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളെ നാവടക്കാനും പണിയെടുക്കാനും പഠിപ്പിച്ച കാലം അവർ ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് ക്രമവൽക്കരിക്കുക, അച്ചടക്കം പാലിക്കുക. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനത സഹിക്കേണ്ടി വന്നത് അറുതിയില്ലാത്തതായിട്ടുള്ള ദുരിതമായിരുന്നു. അത് ശശി തരൂർ എഴുതുമ്പോൾ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം ഇന്നത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യ ബോധത്തെയാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ കോൺഗ്രസ് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ കഴുത്ത് ഞെരുത്ത് കൊന്നത് എന്നത് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം ഇതെഴുതിയുകൊണ്ട് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകും എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. ശശി തരൂർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, സർഗാത്മകമായിട്ടുള്ള എഴുത്തുകാരൻ, ഞാൻ എന്തുകൊണ്ട് ഒരു ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ച് പുസ്തകം എഴുതിയ വ്യക്തി, അദ്ദേഹത്തിന് ജനാധിപത്യ ബോധ്യങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ഉത്തരവാദിത്വമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളായിട്ട് നമുക്ക് ഒരു വശത്തൂടെ അത് കാണാം. മറുവശത്ത് തീർച്ചയായിട്ടും അധികാരത്തിൻ്റെ പ്രശ്നം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് ശശി തരൂർ. പക്ഷേ ശശി തരൂരിനെ ഒരു സ്ഥാനത്തും ഇരുത്താനായിട്ട് കോൺഗ്രസ് തയ്യാറല്ല. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ വിദേശ രാഷ്ട്രീയം, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് അരിച്ചു കലക്കി ഉള്ളിലാക്കിയ ശശി തരൂരിനെ എന്തുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞയച്ചില്ല എന്നുള്ള ചോദ്യം നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമുള്ള കാലത്ത് ഇന്ത്യ ഗവൺമെൻറ് തിരഞ്ഞെടുത്തതായ പ്രതിനിധി സംഘത്തിനൊപ്പം പോകാനും അതിൻ്റെ നേതൃത്വം വഹിക്കാനും തയ്യാറായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് അങ്ങനെ പറയാതിരുന്നിട്ടും അദ്ദേഹം അത് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിച്ചു, എന്താണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയത്തേക്കാൾ വലുത് രാഷ്ട്രമാണ് എന്നതാണ്. അതിനും രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അമിതമായിട്ടുള്ള അധികാരത്തിൻ്റെ ആർത്തി കൊണ്ടായിരിക്കണം അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ്. മറിച്ചും പറയാം. പക്ഷേ മറിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് ആരും പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഏടാണ്. 21 മാസക്കാലം എന്ന് പറയുന്നത് പൗരാവകാശങ്ങൾ മുഴുവനും ധ്വംസിക്കപ്പെടുകയും സാധാരണ പൗരന്മാർക്ക് വളരെ പീഡനം നിറഞ്ഞൊരു കാലമായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല നഗരങ്ങളിലെയും ചേരികൾ ഇടിച്ചു നിരത്തി. തുർക്കുമാൻ ഗേറ്റ് സംഭവം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അതിനകത്ത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ചേരികൾ ഇടിച്ചു നിരത്തിയതിൻ്റെ ഫലമായി 10,000 കണക്കിന് മനുഷ്യർക്ക് വീടില്ലാതായി.
സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ മകൻ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിൽ ഒന്നായിരുന്നു ചേരി ഇടിച്ചു പൊളിക്കൽ. രണ്ടാമത്തൊന്ന് നിർബന്ധിത വന്ധ്യംകരണ ശസ്ത്രക്രിയ എന്ന് പറയും. അതും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ പീഡനങ്ങൾ നൽകിയ ഒന്നായിരുന്നു. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ആരും പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെടാനും കൽത്തുറുങ്കിൽ അടക്കപ്പെടാനുമുള്ള സാധ്യതകളുണ്ട്. അവരിൽ പലരും മരിച്ചു പോകും. എന്തിന്, എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഒരു സാവകാശം ഉണ്ടായിരുന്നില്ല, അവകാശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സമത്വവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്നതായിട്ടുള്ള ആശയങ്ങളെ കുഴിച്ചുമൂടിയ കാലമായിരുന്നു അടിയന്തരാവസ്ഥ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന നൽകുന്ന ഇതാണ്, ഇന്ത്യൻ ജനാധിപത്യവും കോൺഗ്രസും ഇതിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ജനങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിനും മാധ്യമങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ മാത്രമാണ് ജനാധിപത്യത്തിന് നിലനിൽക്കാനായിട്ട് കഴിയുക. ജനാധിപത്യത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. എന്നാൽ ഇന്നും അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭീതിതമായ ഒരു ഡെമോക്ലസ് വാൾ പോലെ നമ്മളുടെ തലക്ക് മുകളിൽ തൂങ്ങുന്നുണ്ട്. കാരണം പാർലമെൻറ്റിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവിന് ഏത് സമയത്ത് വേണമെങ്കിലും ഇനിയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മോദി സർക്കാർ അങ്ങനെ ചെയ്താലും നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല എന്ന സൂചന അതിനകത്തുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടേക്കാം. ആ സാധ്യതകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യ അടിയന്തരാവസ്ഥയിൽ നിന്ന് എന്ത് പഠിക്കണം എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ശ്രമമാണ് പ്രേഗിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു മാഗസിൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അദ്ദേഹം തൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കോൺഗ്രസിനുള്ള സന്ദേശം മാത്രമല്ല, ഇത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്കുള്ള സന്ദേശം കൂടിയാണ്. ഏത് സമയത്തും നിങ്ങളുടെ വ്യക്തിത്വത്തെ നിലനിർത്താനും നിങ്ങളുടെ അഭിപ്രായത്തെ നിലനിർത്താനും പരിശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ രാഷ്ട്രീയ വ്യക്തിത്വം എന്ന് പറയുന്നത് പരിക്ക് പറ്റാതെ തലയുയർത്തി നിൽക്കുകയുള്ളൂ. അത് വ്യക്തമാക്കുന്ന ഒരു ലേഖനമായിട്ട് കൂടി ഇതിനെ കണക്കാക്കാം. മറ്റൊരു വശം ഉണ്ട്. BJP വെക്കുന്നതായിട്ടുള്ള ഓഫറിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളാണ് ശശി തരൂർ എന്ന നിലക്കുള്ള വ്യാഖ്യാനം അവിടെയുണ്ട്. പക്ഷേ ആ വ്യാഖ്യാനത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും പ്രസക്തമായ കാര്യം ശശി തരൂർ അടിയന്തരാവസ്ഥയെക്കുറിച്ചും അതുപോലെ ജനാധിപത്യ ധ്വംസനത്തെക്കുറിച്ചും അധീശത്വ ഭരണകൂടത്തെക്കുറിച്ചും അതിൻ്റെ ഭയാനകവും ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തെക്കുറിച്ചും വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്താൻ അടിയന്തരാവസ്ഥയുടെ 80 വർഷങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. അതാണ് ഏറ്റവും പ്രസക്തമായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് ഇതാണ് ശശി തരൂരിൽ നിന്ന് പഠിക്കേണ്ടത്.